സുഹൃത്തുക്കളെ, പരീക്ഷകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ കഴിവുകളുടെ പരിശോധന, അയാളുടെ ഭാവിയുടെ ഉരകല്ല്, പഠിച്ചതെല്ലാം ബുദ്ധിപരമായി പ്രകടിപ്പിക്കാനുള്ള അവസരം, ഇതെല്ലാമാണ് ഒരു എക്സാമിനേഷൻ്റെ ഫലം. അതൊരാളുടെ വളർച്ചയുടെ സൂചികയാണ്. എന്നാൽ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമ്മൾ തയ്യാറാകേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള നമ്മുടെ പദ്ധതികൾ ലക്ഷ്യബോധത്തോടുകൂടി, കർശനമായ ഉത്തരവാദിത്വത്തോടുകൂടി, സമയബന്ധിതമായി കൃത്യമായി റിവിഷൻ നടത്തിക്കൊണ്ട്, അതും മുന്നേ കൂട്ടി തന്നെ റിവിഷൻ നടത്തിക്കൊണ്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ. സൗകര്യപ്രദമായി ഇരിക്കാനും പുസ്തകങ്ങളും നോട്ട്സും മറ്റ് പരീക്ഷാ സാമഗ്രികളും യഥേഷ്ടം കയ്യിൽ കിട്ടത്തക്ക തരത്തിൽ വളരെ സൗകര്യപ്രദമായ ഒരു സ്പേസ് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടെത്തണം. അതിലൂടെ നമ്മൾ പഠിച്ച് പോകുമ്പോൾ നമുക്ക് പരീക്ഷയെ സംബന്ധിച്ച്, വിഷയത്തെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങളുണ്ടാകുമ്പോൾ ആ നോട്ട്ബുക്കോ അല്ലെങ്കിൽ മറ്റ് റെഫറൻസുകളോ അല്ലെങ്കിൽ ആൻസർ ഷീറ്റുകളോ അത്തരത്തിലുള്ള പരീക്ഷാ സഹായികളോ ഒക്കെ അടുത്തു തന്നെ അടുക്കി ചിട്ടയോടെ വെച്ചാൽ വേഗം നമുക്കതെടുത്ത് പരിശോധിച്ച് നമ്മുടെ സംശയങ്ങളെ നിവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ കൂട്ടി തന്നെ വിഷയങ്ങൾ റിവൈസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിവൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും പരീക്ഷയുടെ തയ്യാറെടുപ്പിൽ റിപ്പീറ്റഡ് റിവിഷന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ആ തരത്തിൽ കുട്ടികൾ റിവിഷൻ, പുസ്തക വായനയും അതുമായി ബന്ധപ്പെട്ട ആവർത്തന പഠനം നമ്മളുടെ ഓർമ്മയെ കൂടുതൽ ദൃഢീകരിക്കുകയും അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിന് വളരെ ഏറെ സൗകര്യവും എളുപ്പവും ഉണ്ടാക്കിത്തരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളിങ്ങനെ ഇരുന്ന് പഠിച്ച് നമ്മൾ മുഷിയുമ്പോൾ നമുക്കൊരു പ്രോപ്പർ ബ്രേക്ക് ആവശ്യമുണ്ട്. ഒരു 15-20 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയും നമ്മൾ ഒന്ന് റിലാക്സ് ആകുകയും അല്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ റിലാക്സ് ആകുന്നതിന് സഹായിക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള പഠന പരിചയവും നിരവധിയായിട്ടുള്ള തയ്യാറെടുപ്പുകളും ചിട്ടയോടും അടുക്കോടും അതുപോലെ തന്നെ വലിച്ചു വാരി പഠിക്കാതെ ഏറ്റവും പ്രയാസമെന്ന് തോന്നുന്ന സബ്ജക്റ്റ് നേരത്തെ കൂട്ടി തന്നെ ആദ്യം പഠിച്ചു വെക്കുകയും അവസാനം പിന്നീട് ടൈം ടേബിൾ അനുസരിച്ച് ആദ്യം വരുന്ന പാഠങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ് 10ാം ക്ലാസ്സിലും മറ്റും ഒക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഏറെ ഗുണകരമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പരീക്ഷയെ ഭയത്തോടെയല്ല സമീപിക്കേണ്ടത്, വളരെ പരീക്ഷയോടൊപ്പം നടന്ന് പരീക്ഷ എഴുതാനുള്ള ആത്മവിശ്വാസം സമ്പാദിച്ചുകൊണ്ട് പരീക്ഷ എഴുതുകയും
അതുപോലെ തന്നെ നമുക്ക് വലിയ ഒരു സ്ഥാനമൊന്നും അല്ലെങ്കിൽ ഫുൾ A+ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപക്ഷെ അത് ലഭിച്ചില്ലെന്ന് വരാം. അതിൻ്റെ അർത്ഥം നമ്മൾ പരീക്ഷയിൽ തോറ്റുപോയി എന്നൊന്നുമല്ല. വീണ്ടും നിരവധിയായ പരീക്ഷകളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മളെ തയ്യാറാക്കാൻ സാധിക്കും. ഒരു കുട്ടി പഠിക്കേണ്ടത് ആ കുട്ടിയുടെ പഠന രീതി എങ്ങനെയാണോ ആ രീതി തന്നെ പിന്തുടരുന്നതാണ് നല്ലത്. ഒരു കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് അയാളുടെ ശൈലി, രാത്രിയിലാണോ അല്ലെങ്കിൽ വെളുപ്പിന് എഴുന്നേൽക്കുമോ, രാത്രി വൈകിയിരിക്കുമോ, ഏതാണോ അയാൾക്ക് താല്പര്യം, എല്ലാ കുട്ടിക്ക് താല്പര്യം, ആ തരത്തിൽ പഠിക്കാൻ അനുവദിക്കുന്നതാണ് നല്ലത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറി, അതിൽ നല്ല ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു ഇരിപ്പിടം, അതിൽ തന്നെ കൃത്യമായി എടുത്ത് പ്രയോഗിക്കാനുള്ള പുസ്തകങ്ങളും പരീക്ഷാ സഹായികളും സാമഗ്രികളും എല്ലാം അടുത്ത് തയ്യാറാക്കി വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് മുമ്പുള്ള ദിവസങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായി നമ്മുടെ ലക്ഷ്യബോധത്തിൽ എത്തുന്നതിന് പര്യാപ്തമായ പ്രാക്ടീസ് അതിലൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം പരിപൂർണമായ ഒരു ഗുഡ്, നല്ല ഒരു ക്ലവർ, ഇൻ്റലിജൻറ്റ് എന്ന് മറ്റുള്ളവർ നമ്മളെ വിശേഷിപ്പിക്കുകയും നമുക്ക് അത് ആത്മസംതൃപ്തിക്ക് കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് പഠിത്തത്തിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് എന്നത് സാധ്യമല്ല. ആ കാര്യത്തിൽ അവരവർ തന്നെ നേരത്തെ കൂട്ടി പഠനത്തിൻ്റെ ലക്ഷ്യം, ഒരു ഓട്ട മത്സരത്തിൽ കുട്ടികൾ നിൽക്കുമ്പോൾ, ഓട്ടക്കാർ നിൽക്കുമ്പോൾ അതിൽ ജയിക്കാനുള്ള ഒരാവേശം ഉണ്ടാകുന്നത് പോലെ നേരത്തെ കൂട്ടി എഴുന്നേൽക്കണമെങ്കിൽ എഴുന്നേറ്റ് നമ്മുടെ അലസതകളെയൊക്കെ ഒന്ന് ക്രമീകരിച്ച് നമുക്ക് കൃത്യമായി പരീക്ഷ എഴുതി മുന്നോട്ട് പോകുന്നതിന് സാധിക്കും. ആ തരത്തിൽ എല്ലാ കുട്ടികളും പരീക്ഷയ്ക്ക് തയ്യാറാവുക. ടെൻഷനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഭയമൊന്നും ആവശ്യമില്ല. എന്നാൽ പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അല്പം ടെൻഷനൊക്കെ ഉണ്ടാവും. അത് ഒരു മോശം കാര്യമല്ല. അതും ഒരു സ്പിരിറ്റായി നമ്മൾ കണ്ടാൽ മതി. പഠിക്കാനുള്ള ഒരു പ്രചോദനം അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ആ തരത്തിൽ പരീക്ഷയെ നേരിട്ടാൽ പൂർണ്ണ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ പരീക്ഷാർത്ഥികൾക്കും വിജയ ആശംസകൾ ഈ സന്ദർഭത്തിൽ നേരുകയാണ്.